ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെയാണ് യു പ്രതിഭ MLA ഇടപെടൽ ഉണ്ടാകുന്നത്. കനിവ് എന്ന മകനെ അറസ്റ്റ് ചെയ്തപ്പോൾ, എക്സൈസ് അറസ്റ്റ് ചെയ്തപ്പോൾ എത്ര ഗ്രാം എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ അവിടെ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല എന്നതൊക്കെയാണ് യു പ്രതിഭ പറഞ്ഞു വെക്കുന്നത്. വളരെ കൃത്യമായി തകഴി പാലത്തിന് അടിയിൽ നിന്ന് കനിവടക്കമുള്ള കനിവിനെയും കൂട്ടുകാരെയും എക്സൈസ് പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ കൃത്യമായി കഞ്ചാവ് ഉണ്ടായിരുന്നു. ആ കഞ്ചാവ് വലിക്കുന്ന അത് കണ്ട നാട്ടുകാരാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം ഓടിയെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ ഇത് യു പ്രതിഭ MLA മകനാണ്, VIP മകനാണ് എന്നതൊന്നും അറിയില്ലായിരിക്കാം. കനിവിനെ കസ്റ്റഡിയിലെടുത്തു, കേസാക്കി. ഇപ്പോൾ നോക്കൂ, ആ നടപടിയെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്താണ്? ഇതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നീലിമ, തീ വിഴുങ്ങിയാണ് കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. അവരുടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ വീട്ടിലും ഇന്ന് തീ തിന്നുകയാണ് എന്നുള്ളൊരു പരമാർത്ഥമാണ്. അതിൽ ശ്രീ ആന്റണി സാറ് ചൂണ്ടിക്കാണിച്ച ഒരു ചോദ്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. സാമ്പത്തികം മാത്രമാണോ ഇതിനുള്ള അജണ്ട? ഇതിന്റെ പുറകിലുള്ളവർക്ക് സാമ്പത്തികം മാത്രമാണോ? അല്ല എന്നതിന് ഒരുപാട് തെളിവുകളും നിരീക്ഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, പാലാ ബിഷപ്പ് പറഞ്ഞ ചില വാക്കുകൾ. ഇതിന്റെ പുറകിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയും അത് സമർത്ഥമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില രൂപങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും. നോക്കൂ, ഇതിൽ പിടിക്കപ്പെടുന്നവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ പിടിക്കപ്പെടുന്ന ആളുകൾക്കും ഒരു പ്രത്യേകമായ വേവ് ലെങ്ത്, ഒരു താളം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ എന്റെ തൊട്ട് മുമ്പ് സംസാരിച്ച വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, അജ്ഞത മാത്രമല്ല, ഒരു നിമിഷം കൊണ്ട് വഴിതെറ്റി പോകുന്നവരല്ല. ഡോക്ടർമാർ, പ്രൊഫഷണലുകൾ, രാഷ്ട്രീയക്കാർ, ഇവരുടെ കൂടെ ചേരുന്ന ആളുകൾ, ഇവരൊക്കെ പരിശോധിക്കുമ്പോൾ പാലാ ബിഷപ്പ് പറഞ്ഞ വളരെ കൃത്യമായ ഒരു ചൂണ്ടുപലക കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ആന്റണി സാറ് പറഞ്ഞൊരു കാര്യം പോലീസ് നടപടികളെ കുറിച്ചാണ്, നമ്മൾ അല്ലെങ്കിൽ എക്സൈസ് നടപടികളെ കുറിച്ചാണ്. ഇത് അറിയണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എക്സൈസ് നിലപാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, 2016 2021 ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഹസ്കർ അങ്ങനെ എന്താ പറയാ താളത്തെളിയും എല്ലാം പറഞ്ഞു പോകുന്നത് പോലെയല്ല. ഞാൻ ബഹുമാനിക്കുന്ന ഒരു മാധ്യമ നിരീക്ഷകനാണ് സി ഹസ്കർ. അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ള പരിമിതിയെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഹസ്കർ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സർ, 2016 ഗവൺമെന്റ് നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് പറഞ്ഞത്? ബോധവൽക്കരണത്തിലൂടെ നമ്മൾ പടിപടിയായി മദ്യത്തിന്റെ ലഭ്യതയും മദ്യത്തിന്റെ ഉപഭോഗവും കുറച്ചു കൊണ്ടുവരും. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കണം 2 സിനിമാ താരങ്ങളെ, KPSC ലളിത, ഇന്നസെന്റ്, അവരെ 2 പേരെയും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു, മദ്യത്തിന്റെ ഉപഭോഗം നമ്മൾ കുറപ്പിക്കും, മദ്യത്തിന്റെ ലഭ്യത ഇവിടെ കുറയ്ക്കും. ഇത് അറിയണമെങ്കിൽ ആന്റണി കൊണ്ടുവന്ന മദ്യനിരോധനത്തിന്റെ ഒരു ചുവട്, അത് പൂർണ്ണമാണ് എന്നത് അത്യധികമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് കുറെ കൂടി ബലം കൊടുത്തുകൊണ്ട് 2012 UDFന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രാദേശിക തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക്, എന്താ പറയുക, ലോക്കൽ ബോഡി ഗവൺമെന്റുകൾക്ക് മദ്യനിരോധനം നടത്താനുള്ള അധികാരം വകവെച്ചു കൊടുത്തു. ഹസ്കർ അതെന്നാണ് അട്ടിമറിച്ചത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, 2017 2012 ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ നിയമത്തെ ഒരു റംസാൻ മാസത്തില്, നമ്മളിപ്പോഴും റംസാൻ മാസത്തിൽ ഇന്നാ സംസാരിക്കുന്നത്, 2017 റംസാൻ മാസത്തിൽ KT ജലീൽ ഈ നിയമത്തെ അട്ടിമറിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രേരിപ്പിച്ച വികാരം എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് മദ്യമാഫിയയുമായി കൃത്യമായ ഒരു കരാർ ഉണ്ടാക്കി. ഞാൻ പരത്തി പറയുന്നില്ല. ബിജു രാധാകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനെ കണ്ട് ഭീഷണിപ്പെടുത്തി പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പുറത്തുവിടേണ്ടി വരും. നോക്കൂ, അതിനുള്ള പ്രതികരണമായിട്ടാണ് ബിജു രാധാകൃഷ്ണൻ പറയാൻ പോകുന്ന വാക്കുകൾ കേരളത്തെ അന്നത്തെ അധികാരത്തിൽ വന്ന പാർട്ടിക്ക് ഭരണം കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഒത്താശയും ഞങ്ങൾ ചെയ്തു കൊടുക്കും, അതിനുള്ള രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, അത് ഞങ്ങൾ പുറത്തുവിടേണ്ടി വരും. ഈ ഭീഷണിയാണ് ഒരു റംസാൻ മാസത്തിൽ 2017 KT ജലീലിന് ഈ നിയമം, പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്ന നിയമം എടുത്തു കളഞ്ഞു.
മാത്രവുമല്ല, വീണ്ടും നമുക്കറിയാം, നോക്കൂ, കേരളത്തിൽ ഉണ്ടായിരുന്ന അംഗീകൃത പഞ്ചനക്ഷത്ര മദ്യഷാപ്പുകളുടെ എണ്ണം 29 നിന്ന് 800 ചില്ലാണമോ 900 ചില്ലാണമായി ഉയരുന്നതിന്റെ പുറകിലുണ്ടായ വികാരം എന്തൊക്കെയായിരുന്നു? ഇതൊരു ഭാഗം. മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുകയല്ല, മദ്യത്തിനെതിരായുള്ള പ്രചരണങ്ങൾ നടത്തുകയല്ല, മാത്രമല്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥയിലാണ് അസ്കർ. നോക്കൂ, യു പ്രതിഭയുടെ മകനെ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇന്ന് നടപടി നേരിടുന്നു. എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം? അദ്ദേഹം മെഡിക്കൽ പരിശോധന നടത്തിയില്ല എന്ന്. ഞാൻ അസ്കറിനെ വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു മൈനർ ആക്ഷൻ ഈ കേസില് കേരളത്തിൽ വിചിത്രമായ നിയമം കൂടിയുണ്ട്. പിടിക്കപ്പെടുന്ന പ്രതിയുടെ അനുമതിയോടുകൂടി മാത്രമേ മെഡിക്കൽ പരിശോധന നടത്താൻ പാടുള്ളൂ. അതായത് കുറ്റവാളി സമ്മതം കൊടുത്താൽ, രേഖാമൂലം സമ്മതം കൊടുത്താൽ മാത്രമേ രക്തപരിശോധന നടത്താൻ സാധിക്കൂ. ഞാൻ അസ്കറിനോട് ക്ഷമാപൂർവ്വം ചോദിക്കുന്നു, വെല്ലുവിളിക്കാന്ന പദം ഞാൻ പ്രയോഗിക്കുന്നില്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മെഡിക്കൽ പരിശോധന നടത്തിയ അനുഭവം ഉണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഗവൺമെന്റിന് ഇതിനുള്ള മനോഭാവത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ പറയും. എന്താണ്? ഞാൻ ചോദിക്കട്ടെ അസ്കർ, ഈ ഗവൺമെന്റിന്റെ മദ്യത്തോടുള്ള നയം എന്താണ്? നിലപാട് എന്താണ്? മദ്യാസക്തിയുള്ള ജനമുറയെ കുറയ്ക്കാനാണോ? അതല്ല, ഒരു തലമുറ മുഴുവൻ വെള്ളം കുടിച്ച് മദ്യം കുടിച്ച് മരിച്ചാലും വേണ്ടിയില്ല, അവരിൽ നിന്നും കിട്ടുന്ന വൻപിച്ച നികുതി വരുമാനം ഗവൺമെന്റിന് വരണമെന്ന ആഗ്രഹമാണോ ഗവൺമെന്റ് ഉള്ളത്? നോക്കൂ, കേരളത്തില് ഓരോ ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട് അസ്കർ. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിക് സോഷ്യൽ വർക്കറുടെയോ തസ്തിക നികത്തിയിട്ടുണ്ടോ? ഞാൻ കോഴിക്കോട് സംസാരിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ആസ്പത്രിക്ക് അടുത്താണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ ഉള്ളത്. അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇല്ല, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഇല്ല. കേരളത്തിൽ 3 സ്ഥലത്ത് റീജിയണൽ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. 2 വീതം കൗൺസിലർമാർ അവിടെ വേണം. എവിടെയെങ്കിലും ആ പോസ്റ്റിൽ ഇന്ന് ആളുകൾ ഇരിക്കുന്നുണ്ടോ? പകരം ആ ഡ്യൂട്ടിയും കൂടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലയിൽ വെച്ചിരിക്കുന്നു. മാത്രമല്ല, വിചിത്രമായ മറ്റൊരു കഥ കൂടിയുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇല്ലെങ്കിലും അവിടെ വിമുക്തി കോർഡിനേറ്റർ എന്ന പോസ്റ്റിൽ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. ശമ്പളവുമാണ് 27,000 രൂപയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറയുന്നത്. അവിടെ നിശ്ചയിച്ചിട്ടില്ല. പകരം വിമുക്തി കോർഡിനേറ്റർക്ക് 50,000 രൂപ കൺസോളിഡേറ്റഡ് പേ. അത് പാർട്ടി നിയമനമാണ്. അത് CPM എഴുതി കൊടുക്കുന്നയാളെ നിശ്ചയിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പോസ്റ്റ് ഫില്ലാണ്. ഏത്? വിമുക്തി കോർഡിനേറ്റർ പോസ്റ്റ് കേരളത്തിൽ മുഴുവൻ ഫിൽഡാണ്. അവർക്ക് 50,000 രൂപ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും മാസാമാസം എടുത്തു കൊടുക്കുമ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിന് കൊടുക്കാൻ 27,000 രൂപ നീക്കി വെച്ചത് അത് കൊടുക്കാതിരിക്കാൻ ആ അപ്പോയിന്റ്മെന്റ് പോലും മാറ്റിവെക്കുന്നു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? കുട്ടികളുടെ ഈ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ചാണ്. ഞാൻ കൃത്യമായി പറയുന്നു, കേരളത്തിലെ എക്സൈസ് ആക്ട് പ്രകാരം, ഞാനൊരു അധ്യാപകനായി റിട്ടയർ ചെയ്ത ആളാണ്. സ്കൂളിന്റെ എല്ലാ കടകളിലും എഴുതി വെക്കണം, ഇവിടെ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളോ മറ്റ് സാധനങ്ങളോ വിൽക്കുന്നില്ല എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പരിശോധന ആത്മാർത്ഥമായി കേരളത്തിൽ നടന്നത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അസ്കറിനെ ക്ഷമാപൂർവ്വം ഞാൻ ഈ അവസരം അദ്ദേഹത്തെ വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന്, സ്കൂൾ പരിസരത്തുള്ള 200 മീറ്റർ ചുറ്റളവിലുള്ള ഒരു കടയിൽ നിന്ന് ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുക്കപ്പെടുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഡീബാർ ചെയ്യും. പിന്നെ ആയുഷ്കാലം മുഴുവൻ അത് കിട്ടില്ല. ഞാൻ അസ്കറിനോട് ചോദിക്കുന്നത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പരിസരത്ത് നിന്നും എക്സൈസ് പാർട്ടി ഇങ്ങനെ പരിശോധന നടത്തിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ, ഒരു ചെറിയ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്തത് കേരളത്തിൽ പറയാൻ സാധിക്കുമോ? ഇന്ന് നമ്മൾ കുട്ടികൾ അടിച്ചു കൊന്നതിന്, ഒരു ചെറുപ്പക്കാരൻ ഇത്രയും പേരെ കൊന്നതിനൊക്കെ നമ്മൾ വാചാലരാവുകയാണ്. അതിന് കേരളത്തിലെ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ പിന്തുണയില്ലേ? മാത്രമല്ല, ഇതിനകത്ത് സാധാരണയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ അന്ന് തന്നെ ആലോചിച്ചതാണ്. ഒരു തിരുവനന്തപുരത്ത് 23 വയസ്സുള്ള ഒരു യുവാവ് ഏതാണ്ട് 6 മണിക്കൂറോ 7 മണിക്കൂറോ എടുത്തിട്ട്
പിതാവ്, തന്റെ കാമുകി, തന്റെ അനുജൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അമ്മയുടെ അച്ഛന്റെ ചേട്ടന്റെ അമ്മ, ഒരു ശബ്ദം പോലും പുറത്തു വരാതെ ഈ ഹാമർ കൊണ്ട് അടിച്ചു കൊല്ലാൻ സാധാരണ ഒരു വികാരം കൊണ്ട് ചെയ്യുന്ന അത് തന്നെയാണ് ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ച വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ. അതായത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് ഇത്ര നിർദാക്ഷിണ്യം സ്വന്തം കുടുംബാംഗങ്ങളെ വകവരുത്തണമെങ്കിൽ വളരെ കൃത്യമായി പരിശീലനം കിട്ടിയ ആളായിരിക്കാം. PFIയുടെ സ്ലീപ്പർ സെല്ലുകളടക്കം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ അന്വേഷണം വേണമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ട സാഹചര്യവുമുണ്ട്. ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഞാൻ അവിടത്തേക്കാണ് വരുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ അപഗ്രഥനം നടത്തിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞത് ഒന്നായിരുന്നില്ലേ? അന്ന് ബിഷപ്പിനെതിരെ പരസ്യമായിട്ട് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കാൻ, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഭീഷണിപ്പെടുത്താൻ കേരളത്തിൽ ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഇപ്പൊ നോക്കൂ, എന്റെ വീടിനടുത്തുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു മകനാണ്. ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയി. കരഞ്ഞ കണ്ണുകളുമായിട്ട് ബാപ്പയും ഉമ്മയും കരയുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ചോദ്യം, എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? അവർ കേവലം ഒരു ഐമിഷികമായ വികാര പ്രകടനം കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെഞ്ഞാറമൂട് സംഭവം സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, സ്വന്തം ഉമ്മ, ബാപ്പ അല്ലെങ്കിൽ ഉമ്മയുടെ ബാപ്പ, ആ വീട്ടിൽ തന്നെയുള്ള 3 സ്വന്തം കാമുകി, എന്തിന് സ്വന്തം ചോരയിൽ പറന്ന അനിയൻ ഇങ്ങനെ ഹാമർ കൊണ്ട് അടിച്ചിട്ട് അസ്കരെ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ ഇങ്ങനെ കൊല്ലാൻ? അഥവാ ഇങ്ങനെ ഒരു വീട്ടിലെ 3 പേരെ കൊന്നിട്ട് മറ്റേ ആൾക്ക് നിലവിളി കേൾക്കാനുള്ള അവസ്ഥയിൽ ഉണ്ടായോ? കേരളത്തിൽ വളരെ കൃത്യമായിട്ട് അങ്ങ് വാഗമൺ മുതൽ നടന്ന പരിശീലനത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണോ? ഈ ചെറുപ്പക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സ്ലീപ്പർ സെല്ലുകളിൽ നിന്ന് പരിശീലനം കിട്ടിയിട്ട് മാറിയിട്ടുണ്ടോ? അതിനുള്ള ധനാഗമന മാർഗമായിട്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തില് ഈ നാർക്കോട്ടിക് ജിഹാദിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഈ പണം എവിടത്തേക്കാണ് പോകുന്നത്? ഇതൊക്കെ പരിശോധിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് തന്റെ ഇടവും ധൈര്യവും ഇല്ലെന്ന് മാത്രമല്ല, അവർ ഭയക്കുന്നു എന്നാണ് നമ്മളിപ്പോ. ആ ഭയമാണ് നമ്മെയും അലട്ടുന്നത്, നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ആ ഭയമാണ്.